നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കീറ്റോ ഡയറ്റിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ്. ഒന്നാമത്തെ സൈഡ് എഫക്റ്റ്, നിങ്ങൾക്ക് എല്ലാ മാസവും ഡോക്ടർമാരെ കാണുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇതോടെ ഈ ശീലം ഒഴിവാക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ സൈഡ് എഫക്റ്റ്, ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാരുടെ പണി കുറയും. മൂന്നാമത്തെ സൈഡ് എഫക്റ്റ്, നിങ്ങളുടെ പുതിയ പാൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി പഴയ പാൻറ്റുകളിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. ഇതെല്ലാമാണ് കീറ്റോ ഡയറ്റിൻ്റെ സൈഡ് എഫക്റ്റുകളുള്ളത്. കാരണം ഞാനിത് പറയാൻ കാരണം, എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും പവർഫുള്ളായി കണ്ടിട്ടുള്ള ഒരു ഡയറ്ററി അപ്രോച്ചാണ് ഈ കീറ്റോ ഡയറ്റ്. കാരണം നമുക്കറിയാം, ഇന്ന് ഈ ഭൂമുഖത്തിനെ കൊല്ലുന്ന പ്രധാന കൊലയാളി ഒബേസിറ്റിയാണ്, അമിതവണ്ണമാണ്. ഏകദേശം 50 മുതൽ 60% ആളുകൾ മരിക്കാനുള്ള കാരണവും ഒബേസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ്. 13 ക്യാൻസറിന് കാരണം ഒബേസിറ്റിയാണ്. 13 ക്യാൻസറിന് കാരണം ഒബേസിറ്റിയാണ്. അതുപോലെ ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് ഒബേസിറ്റി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ എല്ലാ റിസ്കുകളെ കുറയ്ക്കുന്ന ഒരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ ഈ കീറ്റോ ഡയറ്റിനെ കണ്ടിട്ടുള്ളത്. അതായത് 3 കാറ്റഗറി എടുത്തിരിക്കാം. ഒന്നാമത്തത് ജീവിതശൈലി രോഗങ്ങൾ, രണ്ടാമത്തത് സാംക്രമിക രോഗങ്ങൾ, മൂന്നാമത്തത് ഈ പോഷകാംശക്കുറവുകൾ കൊണ്ടാകുന്ന രോഗങ്ങൾ. പണ്ട് പോഷകാംശക്കുറവുള്ള രോഗം കൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ മരിക്കുന്നതെങ്കിൽ ഇന്ന് പോഷകാംശം കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസോർഡർ ആയിട്ടുള്ള ഡയബറ്റീസും ഒബേസിറ്റിയും ഹൃദ്രോഗത്തിനും കാരണം പാരമ്പര്യമല്ല, ഈ അമിത പോഷകാംശമാണ് അല്ലെങ്കിൽ അമിത ഭക്ഷണമാണ് അതിന് കാരണം വരുന്നത്. അപ്പോൾ അത് ജീനിൽ കൂടെ വരുന്ന ഒരു രോഗമല്ല. രണ്ടാമത് സാംക്രമിക രോഗങ്ങളായിട്ടുള്ള കുഷ്ഠരോഗം, ക്ഷയരോഗം, നമുക്കറിയാം ടൈഫോയിഡ്, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വളരെ കൺട്രോൾഡാണ്. ഇന്ന് പോഷകാംശക്കുറവുകൊണ്ടുള്ള മരണങ്ങളും ഇന്ന് വളരെ കുറവാണ്. ഇന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡെത്ത് എന്ന് പറയുന്നത് ഈ പോഷകാംശങ്ങൾ കൂടിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ജനിതകമല്ല, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അമിത പോഷകാംശമാണ്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ തടുക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് ഈ കീറ്റോ ഡയറ്റ്. പക്ഷേ അതിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ഓരോന്നായിട്ട് ഞാനിന്ന് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം ഒബേസിറ്റി, അമിതവണ്ണമാകുമ്പോൾ അമിതവണ്ണത്തിനെ കുറയ്ക്കാൻ ഇന്ന് ലോകത്തിലെ നമ്പർ 1 റെമഡി ഏതാണ്? ഈ കീറ്റോ ഡയറ്റ് തന്നെയാണ്. വേറെ ഒരു ഡയറ്റും ഇത്രയ്ക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കീറ്റോ ഡയറ്റെക്കുറിച്ചുള്ള ഒന്നാമത്തെ ഒരു ഡൗട്ടാണ് കിഡ്നി അടിച്ചു പോകുമെന്നുള്ളത്. അത് ശുദ്ധ അസംബന്ധമാണ്. 100 കണക്കിന് ഗവേഷണത്തിലൂടെ ഞാൻ കണ്ടുപിടിക്കുകയും ആ റിസർച്ചുകളെല്ലാം ഒരു സൈഡ് എഫക്റ്റ് പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചെറിയ ചില സൈഡ് എഫക്റ്റുകളുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയ മൈനർ ആയിട്ടുള്ള, അല്ലാതെ മേജറായിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാവുകയോ കിഡ്നി അടിച്ചു പോവുകയോ ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് കൂട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ റിസ്കുകളെല്ലാം ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മൈനർ ആയിട്ടുള്ള ചില സൈഡ് എഫക്റ്റ്, ഡൈജഷൻ്റെ ചില പ്രശ്നങ്ങൾ, ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഗോൾ ബ്ലാഡറിൻ്റെ ഒരു റിസ്ക് ഇവിടെ കൂട്ടുന്നുണ്ട്. അതുപോലെ കിഡ്നി സ്റ്റോൺ ചില ആൾക്കാരിൽ ഇത് കൂട്ടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള മൈനറായിട്ടുള്ള ചില സൈഡ് എഫക്റ്റുകളാണ് ഉള്ളത്. അതും എങ്ങനെ തടയാമെന്നും കൂടെ ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് ഈ കീറ്റോ ഡയറ്റ്? കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ 80% ഫാറ്റും ഒരു 15% പ്രോട്ടീനും 5% കാർബും ഉള്ള ഒരു ഡയറ്ററി പാറ്റേൺ ആണ് കീറ്റോ ഡയറ്റ്. അതായത് 80-15-5, 80% ഫാറ്റ്, 15% പ്രോട്ടീൻ, 5% കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ടിപ്പിക്കൽ ട്രഡീഷണൽ ഡയറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രഡീഷണൽ ഡയറ്റിൽ 80% കാർബോഹൈഡ്രേറ്റ് ആണ്. ഫാറ്റും പ്രോട്ടീനും, ഫാറ്റ് ഒരു 15% വരും, പ്രോട്ടീൻ 5%മേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 80% നമ്മൾ ഉപയോഗിക്കുന്ന കാർബിന് 5% അടിച്ചുവയ്ക്കുകയും 10% ഉപയോഗിക്കുന്ന ഫാറ്റിനെ 80% നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒബേസിറ്റിയാണ് ജീവിതശൈലി രോഗങ്ങളുടെ റൂട്ട് കോസ്, മൂലകാരണം ഒബേസിറ്റിയാണ്. അപ്പോൾ ഒബേസിറ്റീനെ കൺട്രോൾ ചെയ്താൽ ഈ ജീവിതശൈലികളിൽ നമുക്ക് പുറത്തുപോയി വരാൻ സാധിക്കും. പല പഠനങ്ങളും പറയുന്നു, ഒരു പ്രമേഹ രോഗിക്ക് ആരംഭ സമയത്ത് 10% വെയിറ്റ് കുറച്ചാൽ അദ്ദേഹം പ്രമേഹത്തിൽ നിന്ന് പുറത്തു വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റും കൊണ്ട് 2 മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് 10% വെയിറ്റ് കുറച്ച് പ്രമേഹത്തിനെ തടുക്കാൻ സാധിക്കും. നമ്മുടെ PCODക്കുള്ള ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാം. കീറ്റോ ഡയറ്റിൽ കൂടെ ഒരു 80% ആൾക്കാരുടെ PCOD ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. PCOD കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്കും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കീറ്റോ ഡയറ്റിനെ കുറിച്ചുള്ള നമ്പർ 1 മിഥ്യാധാരണ എന്താണ്? അതായത് ഇത് കിഡ്നി അടിച്ചു പോകുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. കാരണം നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണല്ലോ ഒറ്റയടിക്ക് കഴിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രോട്ടീൻ അല്ല നമ്മൾ കൂടുതൽ കഴിക്കുന്നത്, ഫാറ്റാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ധാരാളം പ്രോട്ടീൻ നമ്മൾ കഴിച്ചുവന്നിരിക്കട്ടെ, എങ്കിലും കിഡ്നിക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. കാരണം നമ്മുടെ പൂർവികർ പണ്ട് ഗുഹകളിൽ താമസിച്ച ആൾക്കാരാണ്. മനുഷ്യരുടെ പൂർവികർ കേട്ടോ, ഗുഹകളിൽ താമസിച്ച ആൾക്കാരാണ്.
അപ്പോൾ അവർ വേട്ടയ്ക്കായിട്ട് പോകും. പുൽമേടുകളിൽ കൂടിയൊക്കെ 2-3 ദിവസം നടന്നിട്ടാണ് അവർക്ക് വേട്ടയാടുന്നത്. അപ്പം വിശന്ന് വലഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കിട്ടുന്ന ഈ മൃഗത്തിനെ അവർ ഉടനെ ചുട്ടിട്ട് ഒരു 2, 3, 4 കിലോ ഒറ്റയടിക്കാണ് അവർ അകത്താക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ 4 കിലോ എന്നുള്ള പ്രോട്ടീൻ ഇവരുടെ കിഡ്നി കൂടെ 2 മണിക്കൂർ പുറത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കിഡ്നി അഡോപ്റ്റഡാണ്. അതായത് 2-3 കിലോയിലുള്ള ഇറച്ചിയിലുള്ള പ്രോട്ടീൻ, ഏകദേശം 2-3 കിലോയുള്ള ഇറച്ചിയിലെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു 150-450 അര കിലോ പ്രോട്ടീൻ വരും. അല്ലെങ്കിൽ 2 കിലോ മാംസം കഴിച്ചെന്ന് വിചാരിക്കട്ടെ. 2 കിലോ മാംസത്തിൽ ഏകദേശം 300 മുതൽ 400 ഗ്രാം വരെ പ്രോട്ടീനുണ്ട്. എന്നിട്ട് അവർക്ക് ആർക്ക് കിഡ്നിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഹണ്ടർ ഗ്യാദേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴും ഉണ്ട്. ഹഫ്സ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ മെയിൻ ഫുഡ് വേട്ടയാടിയുള്ള മൃഗങ്ങളാണ്. അവരിൽ ആർക്കും കിഡ്നിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ കിഡ്നി അഡോപ്റ്റഡാണ്. വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചപ്പോൾ ഒറ്റയടിക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കഴിക്കാൻ നമ്മുടെ കിഡ്നി അഡോപ്റ്റഡാണ്. പക്ഷേ വേറെ മൃഗങ്ങളുടെ കിഡ്നിക്ക് ഇത്ര അതായത് നമ്മുടെ ജീനുമായിട്ട് സാമ്യമുള്ള കുരങ്ങുകളുടെ കിഡ്നിക്ക് ഇത്ര കപ്പാസിറ്റി ഇല്ല. മനുഷ്യൻ്റെ കിഡ്നിക്കാണ് ഈ കപ്പാസിറ്റി ഉള്ളത്. ഞാൻ പറഞ്ഞു അവിടെ 200-300 ഗ്രാം പ്രോട്ടീൻ ഒരു ചെറിയ സമയം കൊണ്ട് കഴിച്ചു. പക്ഷേ ഈ കീറ്റോ ഡയറ്റ് ഞാൻ പറഞ്ഞു 15% പ്രോട്ടീൻ. അതായത് 2000 കലോറി ഡയറ്റിൻ്റെ 80% ഫാറ്റ്, 15% പ്രോട്ടീൻ, 5% കാർബ്. അപ്പോൾ 15% പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 2000 കലോറിയുടെ 15% എന്ന് പറയുമ്പോൾ 300 കാലോറി. 300 കാലോറിക്ക് വെറും 80 ഗ്രാം പ്രോട്ടീൻ മതി. അപ്പോൾ ഈ കീറ്റോ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് 80 ഗ്രാം പ്രോട്ടീനാണ്. പക്ഷേ നമ്മുടെ ആൻസസ്റ്റേഴ്സ് 200 മുതൽ 300 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അകത്താക്കിയിട്ടുള്ള വസ്തുത നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അതുപോലെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഈ വെയ്റ്റ് ലിഫ്റ്റ്, അതായത് കോമ്പറ്റീഷൻ്റെ സമയത്ത് ജിം ഇൻസ്ട്രക്ടേഴ്സ് പറയും 3 ഗ്രാം പ്രോട്ടീൻ 1 കിലോ ബോഡി വെയ്റ്റിന് കഴിക്കാനാണ് പറയുന്നത്. അതായത് എൻ്റെ വെയിറ്റ് ഇപ്പോൾ 75 കിലോ ആണ് എൻ്റെ വെയിറ്റ്. അപ്പോൾ അതായത് ജിമ്മിൽ പോകുമ്പം അവർ പറയും മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി 250 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കാൻ പറയും. പക്ഷേ ജിമ്മ് ചെയ്യുന്ന ആരുടെയും കിഡ്നി അടിച്ചു പോകുന്നില്ല. അപ്പോൾ ഒരിക്കലും പ്രോട്ടീൻ എന്ത് ചെയ്യുന്നില്ല, കിഡ്നീനെ ഡാമേജ് ചെയ്യുന്നില്ല. പക്ഷേ അപ്പോൾ എന്താണ് കിഡ്നീനെ ഡാമേജ് ചെയ്യുന്നത്? ഞാൻ തിരുവമ്പാടിക്കാരനാണ്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കാരനാണ്. ഞാനൊരു 3 മാസം മുമ്പ് നമ്മുടെ തിരുവമ്പാടി എൻ്റെ നാട്ടിൽ ഞാൻ പോയിരുന്നു. എൻ്റെ ഡാഡിയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി, തിരുവമ്പാടി പോയി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അവിടുത്തെ സെക്രട്ടറിയോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ ഒരു കിഡ്നി ഫൗണ്ടേഷൻ ഉണ്ട്, കിഡ്നി ഡാമേജ് ആയവരെ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് തിരുവമ്പാടി പഞ്ചായത്തിലെന്ന്. 800 കിഡ്നി പേഷ്യൻ്റാണ് ഒരു തിരുവമ്പാടി പഞ്ചായത്തിലുള്ളത്. ഡയാലിസിസ് നടത്തുന്ന 800 പേഷ്യൻ്റ് ഉണ്ട് ഒരൊറ്റ പഞ്ചായത്തിൽ. ഈ 800 പേരിൽ ഒരാൾ പോലും കീറ്റോ ഡയറ്റ് നോക്കിയിട്ടില്ല. പക്ഷേ ഈ 800 പേരിലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് പ്രമേഹവും ബ്ലഡ് പ്രഷറും ഉണ്ട്, അമിത രക്തസമ്മർദ്ദമുണ്ട്. അതായത് കിഡ്നി ഒരു അരിപ്പ പോലെയാണ്. ഈ ഷുഗർ, അമിതമായിട്ടുള്ള ഷുഗർ ഈ അരിപ്പയിൽ കൂടെ പോയി ഈ അരിപ്പയ്ക്ക് ഓട്ടയുണ്ടാകും. അപ്പോൾ ഈ ഷുഗർ ഡാമേജ് ചെയ്ത പ്രമേഹ രോഗികൾ കൂടുതൽ ഷുഗർ ഡാമേജ് അരിപ്പ പോലെയാക്കിയ കിഡ്നി കൂടിയാണ് ഈ പ്രോട്ടീൻ പുറത്തോട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചില നാട്ടുകൾ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കാലത്തുണ്ടാക്കിയ പാലങ്ങളുണ്ട്. അപ്പോൾ ഈ പാലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹെവി വെഹിക്കിൾസ് അലൗഡ് അല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പണ്ട് 50 വർഷം മുമ്പ് ഹെവി വെഹിക്കിൾസ് ഇതിൽ കൂടെ പോയി. ഈ ഹെവി വെഹിക്കിൾസ് അല്ലല്ലോ പ്രശ്നം, ഈ പാലത്തിൻ്റെ തൂണ് ദുർബലമായതുകൊണ്ടാണ് ഹെവി വെഹിക്കിൾസ് പോകാൻ പാടില്ലാത്തത്. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ 50 വർഷം മുമ്പ് ഇതേ പാലത്തിൽ കൂടെ ഹെവി വെഹിക്കിൾസ് പോയതാണ്. ഇന്ന് തുരുമ്പെടുത്തു, പാലം ദുർബലമായി. അപ്പം ഈ പ്രോട്ടീനെ ഹെവി വെഹിക്കിൾസ് ആയിട്ട് കണക്കാക്കുക, ഈ വലിയ ട്രക്കൊക്കെ ആയിട്ട് കണക്കാക്കുക. പാലമാണ് നമ്മുടെ കിഡ്നി. ഇന്ന് നമ്മുടെ കിഡ്നി വീക്ക് ആയതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ കഴിച്ചാൽ ലീക്കായി പോകുന്നത്. അപ്പോൾ ഈ കിഡ്നീനെ ഡാമേജ് ചെയ്തത് പ്രോട്ടീൻ അല്ല, കിഡ്നീനെ ഡാമേജ് ചെയ്തതോ അമിത രക്തസമ്മർദ്ദവും പ്രമേഹവുമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ തിരുവമ്പാടി പഞ്ചായത്തിലെ കീറ്റോ ഡയറ്റ് ഒരാൾ പോലും കഴിച്ചിട്ടില്ല. പക്ഷേ 800 പേരുടെ കിഡ്നിയാണ് അവിടെ അടിച്ചു പോയത്. 800 പേരിലും ഒന്നുകിൽ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിഡ്നി അടിച്ചു പോകും. അപ്പോൾ ഈ ഒരു റിസ്ക് ഫാക്ടറാണ് കിഡ്നീനെ ഡാമേജ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഒരു സംശയമാണ്, കീറ്റോ ഡയറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ കീറ്റോ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോകത്തിലെ ഏറ്റവും ഹൃദ്രോഗം കുറവുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കൊളസ്ട്രോൾ, രക്തത്തിലെ ഏറ്റവും കൊളസ്ട്രോളും ഹൃദ്രോഗവും കുറവുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരധിവസിക്കുന്നത് ആർട്ടിക് റീജിയനിലാണ്, മഞ്ഞ് മൂടിയ ഈ ആർട്ടിക് റീജിയനിലാണ് അവർ താമസിക്കുന്നത്. എസ്കിമോസ് എന്ന് പറയും അവർ. മൈനസ് ടെമ്പറേച്ചറാണ് അവർക്ക്. മാംസവും മത്സ്യവും അല്ലാതെ ഒരു പച്ചക്കറിയും അവിടെ ലഭ്യമല്ല. കൊടും തണുപ്പാണ്, മൈനസ് ടെമ്പറേച്ചറാണ് അവിടെ എപ്പോഴും. അവരുടെ ഭക്ഷണത്തിൽ 80% ഫാറ്റും ഏകദേശം 15% പ്രോട്ടീനുമാണ്. അതായത് ഈ സെയിം കീറ്റോ ഡയറ്റാണ് അവർ ജന്മം മുതലേ മരണം വരെ കഴിക്കുന്നത്. സ്റ്റെഫാൻസൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ഇവരെക്കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്.
ഇവരിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ആവറേജ് കൊളസ്ട്രോൾ കണ്ടെത്തിയിട്ടുള്ളത്. 120 മുതൽ 150 ആണ് ഇവരുടെ ആവറേജ് ടോട്ടൽ കൊളസ്ട്രോൾ. ഹൃദ്രോഗം കേട്ടുകളി പോലുമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ജനിച്ചത് മുതൽ മരിച്ചത് വരെ ഹൈ ഫാറ്റ് ഡയറ്റ് കഴിച്ചിട്ടും ഇവർക്ക് എന്തില്ല? ഹൃദ്രോഗവും കൊളസ്ട്രോളും ഇല്ല. അപ്പോൾ ഇതിൽ കൂടി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചില ആൾക്കാർ പറയും അവർ തണുത്ത രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഫുഡ് ഡൈജസ്റ്റഡ് ആകുന്നതെന്ന്. അത് വളരെ വിദ്യാധാരണയാണ്. 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ മുകളിലാണെങ്കിലും -ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിലും നമ്മുടെ രക്തത്തിൻ്റെയും ശരീരത്തിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതിനുള്ള ഒരു ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം നമ്മുടെ ശരീരത്തുണ്ട്. അതൊരിക്കലും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ടെമ്പറേച്ചർ പുറത്തെ ടെമ്പറേച്ചറുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ അതൊരു വിദ്യാധാരണയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? മൂന്നാമത്തത്, മനുഷ്യരുടെ ജെനറ്റിക്കലായിട്ട് നമുക്കൊരു ജീനുണ്ട്, ApoE4 എന്ന് പറയും. നിങ്ങൾക്ക് അത് കയറി പഠിച്ചു നോക്കാം. 6 മില്യൺ വർഷം മുമ്പ്, 60 ലക്ഷം വർഷം മുമ്പ് നമ്മുടെ പൂർവികർക്ക് കിട്ടിയിട്ടുള്ള ഒരു മ്യൂട്ടേഷനാണ് ApoE4 എന്ന് പറയും. അതായത് നമ്മളുമായിട്ട് ജനിതപരമായിട്ട് സാമ്യമുള്ള ഈ കുരങ്ങുകളിലെല്ലാം ApoE2 എന്ന് പറഞ്ഞ് ഒരു കൊളസ്ട്രോൾ ആണുള്ളത്. അപ്പോൾ എന്താണ് ഈ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഈ ചള്ള് കൊളസ്ട്രോൾ എന്ന് പറയുമല്ലോ? ഈ ചള്ള് കൊളസ്ട്രോൾ ഒരു സിംഗിൾ മോളിക്യൂൾ അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത. അതായത് കൊഴുപ്പും കൊളസ്ട്രോളും, അതായത് ഫാറ്റും കൊളസ്ട്രോളും ഹൈഡ്രോഫോബിക്കാണ്. അതായത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യത്തില്ല. നമ്മൾ ഒരു തുള്ളി എണ്ണ വെള്ളത്തിലൊഴിച്ചാൽ പൊന്തിക്കിടക്കുമല്ലോ. അപ്പോൾ അതേപോലെയാണ് ഈ ഫാറ്റ് രക്തത്തിൽ കൂടെ ഈ മിക്സ് ആകത്തില്ല. നമ്മൾ മരിച്ചു പോകും. ഫാറ്റ് എംബോളിസം എന്ന് പറയും. അത് ബ്ലോക്ക് ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫാറ്റിനെയും കൊളസ്ട്രോളിനെയും രക്തത്തിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു ബോട്ടിലിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ബോട്ടിൻ്റെ പേരാണ് കൊളസ്ട്രോൾ. LDL എന്ന് പറയും, അല്ലെങ്കിൽ HDL എന്ന് നമ്മൾ കേൾക്കില്ല. ചള്ള് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ബോട്ടാണ്, അല്ലാതെ ഇതൊരു കൊഴുപ്പല്ല. അപ്പോൾ ഈ LDL എന്ന് പറഞ്ഞ ഈ ബോട്ട്, ചെറു ബോട്ട് രക്തത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ ഇതിനുള്ളിലാണ് കൊളസ്ട്രോളും കൊഴുപ്പും ഉള്ളത്. മനുഷ്യർക്ക് ഏകദേശം 6 മില്യൺ വർഷം മുമ്പ് നമുക്കൊരു മ്യൂട്ടേഷൻ നമുക്ക് കിട്ടി. ഈ മ്യൂട്ടേഷനിൽ കൂടെ നമ്മുടെ തോണി പോലെ ഉണ്ടായിരുന്ന നമ്മുടെ ബോട്ട് സ്പീഡ് ബോട്ട് പോലെയായിപ്പോയി. അതായത് ഇന്നും കുരങ്ങുകളുടെ എല്ലാം ശരീരത്തുള്ള ഈ LDL തോണി പോലെയുള്ളതാണ്, പയ്യെ നീങ്ങുന്നതാണ്. പക്ഷേ മ്യൂട്ടേഷനിൽ കൂടെ നമ്മുടെ ഈ ബോട്ട്, ഈ കൊളസ്ട്രോളിനെയും കൊഴുപ്പിനെയും കൊണ്ടുപോകുന്ന LDL എന്ന് പറഞ്ഞ ബോട്ട് സ്പീഡ് ബോട്ടായി മാറി. അപ്പം ലിവറിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയും കിട്ടുന്ന കൊഴുപ്പിനെ തലച്ചോറിലേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ മ്യൂട്ടേഷൻ നമുക്ക് ലഭിച്ചത്. അതോടെ നമ്മുടെ തലച്ചോറ് വികസിക്കാൻ തുടങ്ങി. കാരണം തലച്ചോറ് ഉണ്ടാക്കിയേക്കുന്നത് കൊഴുപ്പും കൊളസ്ട്രോളും വെച്ചിട്ടാണ്. അപ്പോൾ ഈ ApoE4 മ്യൂട്ടേഷനുള്ള ഈ ഹ്യൂമൻ ബീങ്ങിന് മാത്രമേ ഇത്ര എഫക്റ്റീവായിട്ട് ഫാറ്റിനെ സ്പീഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റി? ഈ മ്യൂട്ടേഷൻ ഇല്ലാത്ത കുരങ്ങുകൾക്ക്, നമ്മുടെ ശരീരമായിട്ട് സാമ്യമുള്ള ഈ കുരങ്ങുകൾക്ക് കൊഴുപ്പും കൊളസ്ട്രോളും കൊടുത്തപ്പോൾ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായി. മനുഷ്യരിൽ പഠനം നടത്തിയിട്ടില്ല. അവൻ പറഞ്ഞു കൊഴുപ്പും കൊളസ്ട്രോളും പ്രശ്നക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹ്യൂമൻ ബീങ്ങിനെ ഞാൻ ഫാറ്റി വോറസ് എന്നാണ് പറയുന്നത്. ഞാൻ കാർണിവോറസ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒമ്നിവോറസ് എന്നും പറയത്തില്ല മനുഷ്യനെ, ഹെർബിവോറസ് എന്നും പറയത്തില്ല, ഫാറ്റി വോറസ് എന്ന് പറയും. അപ്പോൾ ഹ്യൂമൻ ബീങ്ങിന് മാത്രമേ ഇത്ര എക്സലൻ്റ് ആയിട്ട് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എബിലിറ്റി കിട്ടുള്ളൂ. വേറെ ഒരു സ്പീഷീസിനും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പണ്ട് ബ്രാഹ്മിൻസൊക്കെ, കർണാടകയിലുള്ള ബ്രാഹ്മിൻസിൻ്റെയൊക്കെ ഗ്രാമങ്ങളിൽ, ട്രഡീഷണൽ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ ഫാറ്റും നെയ്യും നന്നായിട്ട് കഴിക്കുന്ന ഇവരുടെ ഗ്രാമത്തിലുള്ള തലമുറയ്ക്ക് അമിതവണ്ണവും കൊളസ്ട്രോളും പ്രമേഹവുമില്ല. ഇവരുടെ മക്കളെല്ലാം ബാംഗ്ലൂരിലേക്കും ബോംബെയിലേക്കും പോയി അവിടെ ചെന്ന് നെയ്യും ഫാറ്റും കഴിക്കുന്ന കുറച്ച് കൂടുതൽ സ്വീറ്റ്സും ബേക്കറി പ്രൊഡക്റ്റും കഴിക്കാൻ തുടങ്ങിയത് അമിതവണ്ണവും ക്യാൻസറും പ്രമേഹവും വർദ്ധിച്ചതായി കണ്ടെത്തി. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നന്നായിട്ട് ഫാറ്റും കൊളസ്ട്രോളും കഴിച്ചുകൊണ്ടിരുന്ന ട്രഡീഷണൽ കമ്മ്യൂണിറ്റിക്ക് വളരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ അകത്താക്കുന്ന സിംഗപ്പൂർസാണ്. എൻ്റെ അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളും മാംസവും റെഡ് മീറ്റും കഴിക്കുന്നത് സിംഗപ്പൂരിയൻസാണ്. ലൈഫ് സ്പാൻ 85 സുഹൃത്തുക്കളെ, അവരുടെ 85 അവരുടെ ആയുഷ്. ലോകത്തിലെ ഏറ്റവും ആയുഷുള്ള, ആവറേജ് ലൈഫ് സ്പാൻ ഉള്ള കമ്മ്യൂണിറ്റിയാണ്. അതായത് ഏറ്റവും കൂടുതൽ റെഡ് മീറ്റും കൊളസ്ട്രോളും കഴിക്കുന്ന ഇവർക്കാണ്. കാരണം ഹ്യൂമൻ ഈസ് എ ഫാറ്റി വോറസ്. നമ്മുടെ തലച്ചോറുണ്ടാക്കുന്നത് ഫാറ്റും കൊളസ്ട്രോളും വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് കീറ്റോ ഡയറ്റിൻ്റെ ബേസിസ്. ഈ 6 മില്യൺ വർഷം കിട്ടിയ ഈ മ്യൂട്ടേഷൻ കാരണമാണ് നമ്മൾ എത്ര ഫാറ്റ് കഴിച്ചാലും, കാരണം നമ്മുടെ ഫ്യൂവൽ ഫാറ്റ് തന്നെയാണ്, ബിക്കോസ് ഓഫ് അവർ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ദ അമേസിംഗ് ഡയറ്റ് വിത്തൗട്ട് എനി കോൺസിക്വൻസ്. ഇനി ചില സൈഡ് എഫക്റ്റുകൾ എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, കോൺസ്റ്റിപ്പേഷനുള്ള ചാൻസ് വളരെ കൂടും. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡയറ്റ് വിട്ടിട്ട് ഒരു ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് പോകുമ്പോൾ പലരിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ധാരാളം നാരുകൾ കഴിക്കുക. അതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഫ്ലാക്സ് സീഡും, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ഫ്ലാക്സ് സീഡ്, 100 ഗ്രാം എള്ള്, 100 ഗ്രാം ഉലുവ, ഇത് മൂന്നും കൂടെ പൊടിച്ചിട്ട്
ഒരു 3 ടീസ്പൂൺ ഓരോ ടേബിൾ സ്പൂണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കുക. വളരെ നാരുകളെ സമൃദ്ധമാണ്. അല്ലെങ്കിൽ ഇസബ്ഗോൾ എന്ന് പറഞ്ഞ ഒരു നാര് മേടിക്കാൻ കിട്ടും. സൈലിയം ഹസ്ക് എന്നാണ് പറയുന്നത്. ഷോപ്പുകളൊക്കെ മേടിക്കാൻ കിട്ടും. അത് ധാരാളമായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചിയ സീഡ്സൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെണ്ടയ്ക്ക, നന്നായിട്ട് ഡ്രൈ ചെയ്ത വെണ്ടയ്ക്ക പൊടിച്ചിട്ട് 1 ടീസ്പൂൺ വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് തടുക്കാൻ സാധിക്കും. ചില ആൾക്കാർക്ക് ഇൻഡൈജഷൻ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ആപ്പിൾ സൈഡർ വിനെഗർ 1 ടീസ്പൂൺ ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ, കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ റിസ്ക് കൂട്ടുമെന്നാണ് പറയുന്നത്. ചില ആൾക്കാരിൽ കിഡ്നി സ്റ്റോൺ കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഉള്ള ഏറ്റവും നല്ല ഉപാധി ധാരാളം വെള്ളം ഈ സമയത്ത് കുടിക്കുക. അതിൻ്റെ ഒപ്പം മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഒരു 500 മില്ലിഗ്രാം മുതൽ 1000 മില്ലിഗ്രാം ഉപയോഗിച്ചാൽ ഈ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കിഡ്നി സ്റ്റോണിനെ തടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ളവർ ഈ ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്തത്, അഞ്ചാമത്തത്, കിഡ്നി ഡാമേജ്, പ്രമേഹവും നമ്മുടെ ജീവിതശൈലി രോഗം കാരണം കിഡ്നി ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ ഡയറ്റ് നല്ലതല്ല. അതുകൊണ്ട് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ശേഷം മാത്രമേ ഈ ഡയറ്റ് ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പല ആൾക്കാർക്കും പറയുമല്ലോ കീറ്റോ ഡയറ്റ് നോക്കിയിട്ട് ക്രിയാറ്റിൻ കൂടി എന്നുള്ളത്. അവരുടെ ഓൾറെഡി കിഡ്നി രോഗങ്ങളുള്ളവരാണ്, ഇവർക്ക് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് അവർ ചെയ്തപ്പം അവരുടെ കിഡ്നിക്ക് ക്രിയാറ്റിൻ കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കീറ്റോ ഡയറ്റാണ് നിങ്ങൾ കാരണക്കാരെന്ന്. അപ്പോൾ കീറ്റോ ഡയറ്റ് ഞാൻ പറഞ്ഞ പോലെ ആ തിരുവമ്പാടി പഞ്ചായത്തിലെ 800 കിഡ്നി പോയ ആൾക്കാരിൽ ഒരാൾ പോലും കീറ്റോ ഡയറ്റ് നോക്കിയിട്ടില്ല സുഹൃത്തുക്കളെ. അപ്പം നിങ്ങളുടെ വിവേകം നിങ്ങൾ ഉപയോഗിക്കുക. ഇതൊരു അമേസിങ് ഡയറ്റാണ്. അപ്പോൾ ധാരാളം മാംസവും പച്ചക്കറികളും ബട്ടറും ചീസും മുട്ടയും നട്ട്സും കോമ്പിനേഷനായിട്ടുള്ള ഒരു ഡയറ്റാണ് ഈ കീറ്റോ ഡയറ്റ്. ഇത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും ജീവിതശൈലി രോഗങ്ങൾ തടയാനുമുള്ള നമ്പർ 1 ഉപാധിയാണ്. താങ്ക് യു വെരി മച്ച്.